സഹൃദയ, നാം മുത്തശ്ശി കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. നാം മിത്തുകളെന്ന് ധരിച്ചിട്ടുള്ളവർ. അവ മിത്തുകളല്ലെങ്കിലും ഇപ്പോഴും ആ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നമുക്കിടയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റ് അഭിമാന പുരസ്സരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ് ലോക ക്രിസ്മസ്. നമ്മുടെ ഡിസൈൻ എഞ്ചിനീയർമാരുടെ ആരുടെ ഈ സാധനം? നീ മത്തായതുകൊണ്ട് നിനക്ക് തോന്നിയാണ്. അത് സാറല്ല. ഓ, ഐ ആം ദ സോറി ചന്ദ്ര മാഡം, ഐ ആം ദ സോറി. ഇത് നമ്മുടെ ബിൽഡിംഗ് സൈഡിൽ പുതിയ ഏസിയാണ്. ആളൊരു ഉപകാരിയാണ്. പേര് ലളിത. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ വന്നതാ. പിള്ളേരെ, ക്രിസ്മസ് ട്രീ ഇങ്ങനെയൊക്കെ മതിയോ? ഒന്ന് നോക്ക്. മാഡം, ഈ ക്രിസ്മസ് ട്രീയുടെ അതെ എന്തായാലും കണ്ടിട്ടേ ചെയ്യാൻ പറ്റും. എന്തുവാ, എങ്ങനെ അൺസേഫ് എന്നാ പറയുന്നേ? അത് പിന്നെ വീഡിയോട് എടുത്തിട്ടില്ലല്ലോ മത്തായി സാറേ. അല്ല IS 1893. അങ്ങോട്ട് നോക്കിക്കേ, ഒരു പൂച്ച കയറി കഴിഞ്ഞ്. ഓ പിന്നെ ക്രിസ്മസ് ട്രീയിലാണല്ലോ കമ്പി വെക്കുന്നത്. ഇപ്പൊ കാണിച്ചേ. ഇപ്പൊ നോക്കിക്കേ, ക്രിസ്മസ് ട്രീ സേഫ് അല്ലേ? പൂച്ച കിട്ടിയില്ല, ബട്ട് ഇത് സേഫാണ്. അതിരിക്കട്ടെ, നമ്മളെ കേക്ക് എവിടെ? അയ്യോ മാഡം, എന്റെ പള്ളിയിൽ അച്ഛൻ കത്തനാതെ വരുന്നുണ്ട്. ആള് അച്ഛനാണെങ്കിലും ഭയങ്കര ജോളിയാണ്. കേക്കും മീനും ഒക്കെ പുള്ളി കൊണ്ടുവന്നോളൂ. ഇപ്പൊ അതെന്തുവടെ? ബുർജ് ഖലീഫയോ? അച്ഛോ, എന്തോ അച്ഛൻ ഈ വേഷത്തിൽ? ഇതാണോ മത്തായിയുടെ അച്ഛൻ? സന്തോഷ സോപ്പാണ് ഉപയോഗിക്കുന്നത്. അയ്യോ, ഇത് എന്റെ അച്ഛനല്ല. എന്റെ അച്ഛൻ ഇങ്ങനെയല്ല. ഇത് ഇടവകയിലെ അച്ഛൻ. കുഞ്ഞാടുകളെ, കർത്താവിനെ ഞാൻ എന്റെ മനസ്സിലാണ് അണിയിച്ചിരിക്കുന്നത്, തിരുവസ്ത്രത്തിലല്ല. അതിരിക്കട്ടെ അച്ഛോ, വീഞ്ഞൊക്കെ കൊണ്ടുവന്നോ? നീ ഇടവകയുടെ മാനം കളയരുത് ഈ വക ചോദ്യം ചോദിച്ചു. ഇടവകയിലെ അച്ഛനോടല്ലാതെ വീട്ടിലിരിക്കുന്ന അച്ഛനോട് ചോദിക്കാവോ കേക്കും വീഞ്ഞും? ഞാൻ ഇന്നലെ എടുത്തു വെച്ചതാണ് കേക്കും വേനും. പക്ഷേ ഇന്നലത്തെ ദിനം പ്രാർത്ഥനാപൂരിതമായിരുന്നു. അന്ത്യകുർബാന കഴിഞ്ഞ അരമനയിൽ ഞാൻ വിശ്രമത്തിനായിപ്പോയി. എന്റെ മനസ്സിൽ നമ്മുടെ അടുത്ത് ഏതോ ഒരു ചോരദാഹിയായ യക്ഷിയുണ്ടെന്ന്, അതിനെ തളയ്ക്കലാണ് എന്റെ നിയോഗമെന്നും ആരോ അരുളി ചെയ്തു. മനസ്സാകെ പിരിമുറക്കത്തിലായി. പിരിമുറക്കം കുറയ്ക്കാൻ ഞാൻ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ അരമനയിൽ അങ്ങനെ കേട്ടു. ചെറിയ ചായക്കൽ മടി ഉണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു ആൽക്കഹോളിക് ബ്രദർ. എടുത്തു വെച്ച വീഞ്ഞ് അച്ഛൻ അരമനയിൽ ഇരുന്ന് അടിച്ച് തീർത്തു.
അത് പിന്നെ അത് ഒരു അവസരത്തിൽ അങ്ങനെ അച്ചോ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇല്ല ചോ, സാധ്യതയില്ല. ഇല്ല കണ്ടിട്ടുണ്ട്. താങ്കളെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റാവോ? കൂളിംഗ് ക്ലാസ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല ചോ, എന്റെ കണ്ണ് പഴുത്ത് ചീവിയിരിക്കുകയാണ്. അല്ല, ഈ മത്തായി എങ്ങനെ പരിചയം? അത് ഇവരുടെ മുതുമുത്തച്ഛന്മാർ മുതൽ നമ്മുടെ ഇടവകക്കാരാണ്. പണ്ട് മത്തായിയുടെ മുതുമുത്തശ്ശൻ കുട്ടന്തമ്പുരാൻ വിശുദ്ധ മാർത്തോമ വന്ന് പലവിധമായ വെളിപാടുകൾ നടത്തി. അന്ധനെ കണ്ണു കാണിച്ചു, മുടന്തരം നടത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തിനു സംഭവിക്കും? കുടുംബക്കാർ ചാത്തനാണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു. ഒടുവിൽ വിശുദ്ധ മാർത്തോമ വെള്ളത്തെ വീഞ്ഞാക്കി കാണിച്ചപ്പോൾ ഒന്നടങ്ക 250 കുടുംബക്കാരാണ് ഇവന്റെ ഇടവകയെ ചേർന്നത്. അച്ചോ, ഇടവകയുടെ അന്തസ് ഉയർത്താൻ ഞാൻ നമ്മുടെ ലളിതാ മേഡത്തിന്റെ കൂടെ പോയ ക്രിസ്മസ് ട്രീ ഒന്ന് അലങ്കരിക്കട്ടെ. അങ്ങനെ ആട്ടെ. വെള്ളത്തിന് വീഞ്ഞാക്കിയ കർത്താവിന് സ്തുതിയായിരിക്കും. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല, പേരെന്താ പറഞ്ഞ? ചന്ദ്ര. ചന്ദ്രയെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത് കൊള്ളാം. ചന്ദ്രനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ലെന്നേ, തന്റെ മുഖം മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായി ഇവിടെ കളം കെട്ടി നിൽക്കുന്നു. കല്യാണം കഴിഞ്ഞതാണോ ഫാദർ? ഇല്ല. അതാണ് കുഴപ്പം. പെണ്ണുങ്ങളുടെ മുഖം ഇങ്ങനെ താളം കെട്ടുന്നത് അതുകൊണ്ടാണ്. പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞു. എന്തിനാ? ചാവറ മാട്രിമോണിയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാനാ. അയ്യോ എന്റെ കൈ, എന്റെ കൈ മുറിഞ്ഞേ. അയ്യോ, എന്താ പറയാനാ മത്തായി, ക്രിസ്മസ് ട്രീയുടെ ആമിന് പകരം സ്വന്തം കൈ അങ്ങ് മുറിച്ച്. എന്റെ കൈ എന്ന് കരുതി ഞാൻ ക്രിസ്മസ് ട്രീയുടെ കൈ അങ്ങനെയല്ലേ? തിരിച്ചാണ്. ഞങ്ങൾ ബാൻഡേജ് എടുത്തിട്ട് ഇപ്പൊ വരാം. മാഡം, ആ ചന്ദ്രൻ എന്റെ കൈ കയറി കടിച്ചു. എവിടെ? ഡാഡി ഫിംഗർ. ഡാഡി ഫിംഗറാ? ആ, ഡാഡി ഫിംഗർ. മാഡം കേട്ടിട്ടില്ലേ? ഡാഡി ഫിംഗർ, ഡാഡി ഫിംഗർ, വേർ ആർ യു? Here I am, how do you do? അടിച്ച് പാടാൻ കുട്ടികളി കളിക്കണം. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. അച്ഛോ, നമ്മൾ ദാ പോയി ദേ വന്നേ. എന്നാ പിന്നെ ഞാനും ഡോക്ടറോട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ചന്ദ്ര ഇപ്പൊ പോണ്ട. പോണ്ടേ? ആ പോണ്ട. അതെന്താ ഞാൻ പോയാല്? ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ചോരയ്ക്കൊക്കെ ക്ഷാമമാണ്. ചന്ദ്ര ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? ചന്ദ്ര പോണ്ട. വിടമാട്ടെ. അപ്പോ എന്നെ ഇങ്ങേക്ക് പോകണ്ടേ? വിടമാട്ടെ. ഉനക്ക് എவ்வளவு ധൈര്യം ഉണ്ട് இப்போ என் கண்முன்னாடி வந்து நிற்பே? നീലി. നീലിയാ? അതാര്? അഭിനയം വേണ്ട. കടമറ്റത്ത് കത്തനാരാണ് ഞാൻ. എനിക്കെല്ലാം മനസ്സിലായി. ഓ, പാട് കിളവൻ എവിടെ പോയാലും പുറകേന്ന് വരും തളയ്ക്കാനെന്നും പറഞ്ഞു. എന്നാ വല്ലോ നടക്കോ? അതും ഇല്ല. ഞാനിത് എല്ലാവരോടും പറയും. കർത്താവിന്റെ സ്തുതി. തളയ്ക്കാൻ എന്റെ കൈകൾ വെമ്പുകൊള്ളുന്നു. മിസ്റ്റർ കത്തന, കാര്യമൊക്കെ മാറിപ്പോയി. 18 അടവുകളും 7 വിദ്യകളും അറിയാവുന്നു. എന്നോടാണോ തന്റെ കളി? കൂടുതൽ കളിച്ചാൽ നിന്നെ വേണ്ടി ജിബിയാക്കി. പിന്നെ നിനക്ക് പോലും തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്റെ കത്തനാരെണ്ണ യക്ഷിയും കത്തനാരും എന്ന് പറഞ്ഞ ഒരു നാണയത്തിന് 2 വശങ്ങളല്ലേ? ഓഹോ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ ലോകം രക്ഷിക്കാൻ പറ്റൂ. ലോകം രക്ഷിക്കാനാണാവണ്ണെ 7ാം ക്ലാസ് തോറ്റ നീ ഇവിടെ ഡിസൈനിങ് ചെയ്തോണ്ടിരിക്കുന്നത്. നീ ഡിസൈൻ ചെയ്ത കെട്ടിടത്തിലും പാലത്തിലും നിന്ന നാട്ടുകാരെ രക്ഷിക്കാൻ ആരും വരും? എന്റെ അരസുമൂട്ടില്ല അമ്മച്ചി, ഇയാളൊരു നെഗറ്റീവാണ്. എടോ, ഞാനേ 7ാം ക്ലാസ് തോറ്റത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ 4 കൊല്ലം പോരെ തന്നെ? Trust me, bro. ഓ, പിന്നല്ലാതെ. മാത്രമല്ല, എടോ, താൻ എന്നെ തളച്ചെന്നും പറഞ്ഞ് വീരവാദം അടിച്ച് നടന്നത് കാരണം നമ്മുടെ നാട്ടിലെ കൊച്ചിനൊക്കെ വരെ ചോറ് കൊടുക്കുന്നത് കത്തനാവരും പറഞ്ഞാണ്. സൂപ്പർ ഹിറ്റ് സീരിയൽ വരെ ഉണ്ട്. ഇതെങ്ങാനും തളച്ചിട്ടില്ല എന്നറിഞ്ഞ പിള്ളേര് തന്നെ ട്രോളി കൊല്ലും. അതും
ശരിയാണ്. അതിരിക്കട്ടെ, എപ്പോ പഠിച്ചു എഞ്ചിനീയറിംഗ്? കത്തനാ സാറേ, താജ്മഹൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അത് ഡിസൈൻ ചെയ്തത് ആരാ? ആരാ ആരാ? ആരാ? ഈ കള്ളിയങ്കാട്ട് നീലി. പോട്ടെ, ഐഫിൾ ടവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ, അത് ഡിസൈൻ ചെയ്തത് ആരാ? 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 ഈ കള്ളിയങ്കാട്ട് നീലി. എടോ, താൻ കള്ളിയങ്കാട്ട് നീലിയല്ല, കള്ളിയങ്കാട്ട് നീലിയാണ്. നല്ല തള്ളാണല്ലോ. പോയിട്ട് വന്നപ്പോ താൻ അങ്ങ് മാന്യനായോ? മദ്യത്തിന്റെ കെട്ടൊക്കെ ഇറങ്ങിയോ? Father, I don't know. I feel so much sober than ever. കെട്ടൊക്കെ ഇറങ്ങി പച്ചയ്ക്ക് ആയിന്ന്. എന്നാ നമുക്ക് കേക്ക് മുറിച്ചാലോ? ഈ കത്തി കൊണ്ട് പറ്റില്ല. അതെന്താ? മാഡം, യു നോ, എല്ലാവർക്കും കേക്ക് കിട്ടണമെങ്കിൽ 2.5 സെന്റിമീറ്റർ തന്നെ കേക്ക് കട്ട് ചെയ്യണം. ബട്ട് ഈ കട്ടി അപ്രോക്സിമേറ്റ്ലി 3 mm ഗേജ് തിക്നെസ്സേ ഉള്ളൂ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ആക്യുറസി കിട്ടിയേക്കും. But I doubt we will get the precision. പിള്ളേരെ അങ്ങോട്ട് നോക്കിയേ, ദാ കേക്കിന്റെ അടുത്തേക്ക് ഒരു പൂച്ച വരുന്നു. എവിടെ എവിടെ കണ്ടില്ലല്ലോ മാഡം. But I rarely seen a black പൂച്ച. കത്തി വേണമെങ്കിൽ വേണ്ട, ഞാൻ എന്റെ കൈ കൊണ്ടെടുക്കാം. ഇപ്പൊ നോക്ക്, പ്രിസിഷൻ കിട്ടിയില്ലേ? Wow, accurate. Even though it's not correct statistically, I think it can be correlated. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്റെ ഡാഡി ഫിംഗറിന് ബൈറ്റ് കിട്ടിയ ശേഷം ഐ ഫീൽ സോ എനർജറ്റിക്. എന്തോ ഒരു വൈറസ് കയറിയ പോലെ. എടോ മത്തായിച്ച, താൻ എല്ലാ ദിവസവും മദ്യപിക്കില്ലടോ? അതെ, ഓഫ് കോഴ്സ്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.